ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹെക്സഗൺ വരച്ചെടുക്കണം. ഒരു ലൈന് വരച്ചെടുക്കുന്നുണ്ട്, ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലും ഒരു 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരച്ചെടുത്ത ലൈൻസിലും ഇതുപോലെ തന്നെ 120 ഡിഗ്രി മാർക്ക് ചെയ്ത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻസ് വരച്ചെടുക്കുക. ഹെക്സഗണിൻ്റെ ഒരു 5 സൈഡ്സ് നമ്മൾ വരച്ചെടുത്തു. ഇനി ലാസ്റ്റ് സൈഡും കൂടി വരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഹെക്സഗണിലെ ഓരോ പോയിൻറ്റ്സും സെൻറ്റേഴ്സായിട്ട് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരയ്ക്കണം. സെയിം റേഡിയസിലുള്ള സർക്കിൾസ് ഈ ഹെക്സഗൺ മൊത്തം വരച്ചെടുക്കണം. അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ഹെക്സഗണിൻ്റെ ഒരു സൈഡ് ഉപയോഗിച്ചിട്ട് നമ്മളിതാ സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിലെ ഓരോ പോയിൻറ്റ്സും മാറ്റി മാറ്റി കൊടുത്ത് സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ വരച്ചെടുക്കാം. ആ എടുത്ത റേഡിയസ് തന്നെ എല്ലാ സർക്കിളിലും സെയിം റേഡിയസ് തന്നെ ആയിരിക്കണം എന്ന് മാത്രം. രണ്ടാമത്തെ സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സർക്കിൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ 6 സൈഡും പോയിൻറ്റ്സ് സെൻറ്റേഴ്സ് ആക്കി വെച്ചിട്ട് സർക്കിൾസ് വരച്ചെടുക്കാം. ഇത് 2 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സൈഡ് നോക്കാം. മൂന്നാമത്തെ സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി ബാക്കിയുള്ളൂ. അതും കൂടി സർക്കിൾസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഒരു സർക്കിളും കൂടി ബാലൻസ് ഉണ്ട്, അതും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആദ്യം വരച്ച ഹെക്സഗണ് നമ്മൾ എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സർക്കിൾസ് ഉപയോഗിച്ച് നമ്മൾ ഭംഗിയായിട്ട് വരച്ചെടുക്കുന്ന ഒരു ജോമെട്രിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഒരു ജോമെട്രിയാണ്.